സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് കൊള്ളുവീൻ. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. വിശുദ്ധനായ പൗലോസിന്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ പോരാട്ടത്തോടു കൂടിയുള്ള ജീവിതമാണെന്ന് കാണുവാനായിട്ട് കഴിയും. ഉല്ലാസത്തോടു കൂടിയുള്ള ജീവിതമല്ല, ആഡംബരത്തോടു കൂടിയുള്ളതായ ജീവിതമല്ല, സ്വസ്ഥതയായിട്ടുള്ള ഒരു ജീവിതമല്ല, ഈ ലോകത്തിൽ സുഖമനുഭവിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമല്ലായിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇത് യുദ്ധക്കളമാണ്. ഈ ലോകം ശത്രുവിന്റെ കയ്യിലായിരിക്കുന്നു. ലോകത്തിന്റെ അധികാരം പിശാചിന്റെ കയ്യിൽ ആയിരിക്കുമ്പോൾ ഇവിടെ ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ പോരാടേണ്ടതാണ്. അനുദിനവും പോരാടണം. എല്ലാ വിഷയത്തിലും പോരാടണം. വിശാലമായ വഴിയിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. ഇടുക്കമുള്ള വഴിയിൽ കൂടി കടക്കുന്നവർ ചുരുക്കമത്രേ. വിശാലമായ വഴി നാശത്തിലേക്ക് പോകുന്നു. ഇടുക്കമുള്ള വഴി സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഇടുക്കമുള്ള മാർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇടുക്കമുള്ള മാർഗത്തിലേക്ക് കടക്കാൻ നാം പോരാടേണ്ടത് ആവശ്യമാണ്. എന്നാൽ എതിരായിട്ട് കുറെ ആളുകൾ വരുമ്പോൾ, ഒരു കൂട്ടമെതിരെ കടന്നു വരുമ്പോൾ, ആ കൂട്ടത്തിന് എതിരെ നിനക്ക് പോകണമെങ്കിൽ നീ തീർച്ചയായും ഒരുപാട് പോരാടണമാണ്. എതിരായി വരുന്ന ആളുകളെ വകഞ്ഞു മാറ്റി മുൻപോട്ട് പോകണം. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞു. നാം ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിന്റെ പൈതങ്ങളായി മാറിയതിനു ശേഷം, ആത്മാനുസാരികളായി മാറിയതിനു ശേഷം ഈ ലോകത്തിൽ പിശാച് എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഓർക്കണം, പിശാചിന്റെ കാര്യം മാറ്റിവെക്കുക. അവനെപ്പോഴും നമ്മുടെ ശത്രുവാണ്. പിശാച് നമ്മുടെ ജന്മശത്രുവാണ്. എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യനെയും ശത്രുവായിട്ട് കാണരുത്. ദൈവം നമുക്ക് അനുകൂലമാണ് എങ്കിൽ പ്രതികൂലം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അനുകൂലം ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ മുൻപ് ശത്രുവായിരിക്കുന്നത് പിശാച് മാത്രമാണ്. നാം ദൈവമക്കളായതുകൊണ്ട് നമുക്കും അവൻ ശത്രുവാണ്. ആ പിശാചിനെ എതിർക്കണമെങ്കിൽ, പിശാചിനെ ജയിച്ച് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ അമിത ബലം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് 10-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടുവീനെന്ന്. യേശുക്രിസ്തുവിൽ ഉള്ളത് അമിത ബലമാണ്. ഈ ലോകത്തിലുള്ള ഒരു ബലത്തിനും ജയിക്കുവാൻ കഴിയാത്തത്രയും ബലം അവൻ കാൽവരി ക്രൂശിൽ നേടിയെടുക്കുവാനിടയായി. ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കാൾ ബലമുള്ളത് മരണമാണ്. മരണത്തിന് ബലമുണ്ട്. അത് ധനവാനെയാണെങ്കിലും, അതുപോലെ രാജാവാണെങ്കിലും, രാജ്ഞിയാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും എല്ലാ വ്യക്തിയും മരിക്കേണ്ടതാണ്. മരണത്തിന് തലകുനിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ്.
മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് മൂന്നാം നാൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവന് മരണത്തെ ജയിക്കാനുള്ള ശക്തിയുണ്ട്. പിശാചിനെ ജയിച്ച ശക്തിയുണ്ട്. പിശാചിന്റെ തലയെ തകർത്ത് അവൻ ജയം കൊണ്ടാടി. അതുകൊണ്ട് അവനാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ അമിത ബലമനുസരിച്ച് നീയും ബലം പ്രാപിക്കേണ്ടത് ആവശ്യമാകുന്നു. വഴിയരികിൽ കുട്ടികൾ വഴക്കുണ്ടാക്കുന്നത് കാണാം. ഒരാൾ മറ്റൊരാളെ തല്ലുന്നതൊക്കെ കാണാൻ കഴിയും. ഡാഡി എന്ന് വിളിക്കുമ്പോൾ അവരുടെ അപ്പൻ ഓടി വരും. അപ്പോൾ അടികൊണ്ട ആൾ ഓടിച്ചെന്ന് ഡാഡിയുടെ തോളിൽ കയറും. ഡാഡിയുടെ തോളിൽ കയറിയിരിക്കുന്ന സമയത്ത് ആ ഡാഡി എന്താണ് ചെയ്യുന്നത്? ആ പയ്യനെ അടിച്ച വ്യക്തിയെ വഴക്ക് പറയില്ലേ? ഇപ്പോൾ വരെ ഇല്ലാത്ത ഒരു ധൈര്യം ഇപ്പോൾ എങ്ങനെ വന്നു? ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? പിതാവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. പിശാചിനെ നമുക്ക് ജയിക്കാൻ കഴിയില്ല. ലോകത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയില്ല. എന്നാൽ പിശാചിനെയും ലോകത്തെയും ജയിച്ച കർത്താവിൻ്റെ കൂടെ നീ നിൽക്കുന്നതായ സമയത്ത്, നീ അവനിൽ ആയിരിക്കുമ്പോൾ അവനിൽ കൂടി നിനക്ക് ബലമുണ്ടായിരിക്കും. ആ കർത്താവിൽ കൂടി നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. മുൻപിൽ കൂടി വരുന്ന ശത്രുവിനെ നമുക്ക് ജയിക്കാൻ കഴിയും. എന്നാൽ പിൻപിൽ നിന്ന് വരുന്നവനെ നമുക്ക് നേരിടാൻ കഴിയില്ല. മുൻപിൽ കൂടി വരുന്ന ഒരു ശത്രു എങ്ങനെയാണെങ്കിലും നമുക്ക് അവനെ നേരിടാം. എന്നാൽ പിൻപിൽ കൂടി വന്ന് നമ്മെ അടിക്കുകയാണ് എങ്കിൽ പിശാച് മുൻപിൽ നിന്നാണോ വരുന്നത്, പിൻപിൽ നിന്നാണോ വരുന്നത്, അവന് തോന്നിയതുപോലെയൊക്കെയും വരും. അവനൊരു തന്ത്രശാലിയാണ്. അവൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നിന്നെ നാശമാക്കി കളയണം, എങ്ങനെയെങ്കിലും നിങ്ങളെ തകർത്തു കളയണം. അതുകൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീനെന്ന് പറയുന്നത്. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തി ലക്ഷ്യം വെച്ച ഒരാളെ കൊല്ലുകയാണെങ്കിൽ എവിടെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അറിയാമോ? നെഞ്ചിനെ ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ കവചം എവിടെയാണ് ധരിക്കുന്നത്? നെഞ്ചിലായിരിക്കും ധരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് കവചമൊക്കെ ഈ കാലത്ത് അങ്ങനെയാണ് ധരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ ശത്രു ഈ വിഷയം അറിയുകയാണെങ്കിൽ, കവചം ധരിച്ചിരിക്കുന്നു എന്ന് അറിയുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് പറയൂ? വെറുതെ വിടുമെന്നാണോ? നെറ്റിയെ ലക്ഷ്യം വയ്ക്കും. എന്നാൽ നെറ്റിയിലും ശിരസ്ത്രം ധരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? കഴുത്തിലേക്ക് ശ്രമിക്കും. എന്താണ്? അതുകൊണ്ടാണ് സർവായുധവർഗം ധരിക്കുവാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്ര അവയവങ്ങൾ ഉണ്ട്? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര അവയവങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു. ഇങ്ങനെയാകുന്നു ജീവിതം. നിങ്ങൾക്ക് ദൈവം എത്രയോ അവയവങ്ങൾ തന്നിട്ടുണ്ട് അറിയാമോ? കൊച്ചുകുട്ടികളെ നാം പഠിപ്പിക്കാറുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. എന്നാൽ വലിയ ആളുകൾക്ക് മാത്രം ഇത് ഓർമ്മയില്ല. എന്തെല്ലാം അവയവങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറയാമോ? ആദ്യം വായായിരിക്കും പറയണം. കാരണം കഴിക്കണമെങ്കിൽ അതാവശ്യമാണല്ലോ. നാം പുറമേ കാണുന്ന അവയവങ്ങളല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അനേകം അവയവങ്ങളുണ്ട്. ശ്വാസം വലിച്ചെടുക്കുവാൻ, അതുപോലെ നിന്റെ ശരീരത്തിൽ ദഹനം നടത്തുന്നതിന് വേണ്ടി, അതുപോലെ നിന്റെ ശരീരത്തിലെ ആവശ്യമായ കാര്യങ്ങൾ, നിന്റെ ബ്രെയിന് എത്രത്തോളം പണി ചെയ്യുന്നുണ്ട് എന്നറിയാമോ? നിന്റെ ബ്രെയിൻ എങ്ങനെയാണ് പവറില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നു. അത് നിന്റെ ശരീരത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളെല്ലാം തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. പിശാച് നിന്റെ ജീവിതത്തെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവഭക്തന്മാരെ പിശാച് വീഴ്ത്തിയതായ രീതികൾ നാം നോക്കുകയാണ് എങ്കിൽ അവരുടെ കണ്ണുകളെ ഉപയോഗിച്ചതായിട്ട് കാണാം. അവരുടെ നോട്ടത്തിൽ പിശക് സംഭവിപ്പിച്ച് ശിംശോനെ വീഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ വീഴ്ത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കണ്ട് അരുതാത്തത് മോഹിച്ചതായ ആഖാനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ എത്രയോ വ്യക്തികളെ കാണാൻ കഴിയും. വ്യർത്ഥമായത് നോക്കാതെ നിന്റെ കണ്ണിനെ
തിരിച്ചു കളയുക. നിന്റെ സർവ്വ അവയവങ്ങളെയും കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. നമ്മുടെ ആയുധങ്ങൾ കത്തികൾ അല്ല, ബുള്ളറ്റ് പ്രൂഫുകൾ അല്ല, തോക്കുകളല്ല, വടികളോ ആയുധങ്ങളോ ഒന്നും അല്ല അത്. ഇന്ന് നോക്കുക, അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ കയ്യിൽ കിട്ടുന്നത് വെച്ച് അവർ ആക്രമിക്കുന്നത് കാണാം. നമുക്കറിയാം അതിർത്തിയിൽ നടക്കുന്നതായ പോരാട്ടങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, അതുപോലെ കലഹങ്ങളെക്കുറിച്ച്. എന്നാൽ വീട്ടിൽ ഉണ്ടാകുന്നതായ പോരാട്ടത്തെക്കുറിച്ച് നോക്കുക. ചിരവത്തടിയെടുത്താണ് അവിടെ അടിക്കുന്നത്. മഗ്ഗെടുത്തെറിയുന്നു, ബക്കറ്റെടുത്തെറിയുന്നു, കലമെടുത്തെറിയുന്നു, ചട്ടിയും കലവും എടുത്തെറിയുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ദേഷ്യം വന്നാൽ അത് ടിവിയുടെ മേൽ കാണിക്കും, അത് ഫോണിന്റെ മേലാണ് കാണിക്കുന്നത്. ഒരു സഹോദരി ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. പിന്നെ നിലവിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മക്കളെ ഉപദ്രവിക്കുന്നവരുണ്ട്, ഭാര്യയെ ഉപദ്രവിക്കുന്നവരുണ്ട്, ഭർത്താവിനെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഉണ്ടോ? എവിടെയാണോ കലഹങ്ങൾ നടക്കുന്നത് അവിടെ പിശാച് ഉണ്ട്. എവിടെയാണോ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്, എതിർപ്പുകൾ, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത്, തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ പിശാച് ഉണ്ട്. കോപിച്ച് ആക്രോശങ്ങൾ നടത്തുന്നത്, എതിർപ്പുകൾ നടത്തുന്നത്, അവിടെ പിശാചുണ്ടെന്നാണ് അർത്ഥം. ഈ ലോകത്തിൽ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. വെളിയിലുള്ള ആളുകളുമായി സമാധാനപ്പെടുകയാണെങ്കിൽ വീട്ടിൽ പോരാട്ടമുണ്ടാകും. വീട്ടിൽ സമാധാനപ്പെട്ടാൽ വെളിയിൽ പോരാട്ടമുണ്ടാകും. വീട്ടിലും വെളിയിലും നീ നിരപ്പ് പ്രാപിച്ചാൽ പണത്തിന്റെ വിഷയത്തിൽ പിശാച് പോരാട്ടം കൊണ്ടുവരും, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് പോരാട്ടം കൊണ്ടുവരും, ബലഹീനതകൾ കൊണ്ടുവരാനിടയാകും. ആ ബലഹീനത നീ ജയിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിന്റെ മക്കളെ നോക്കും, മക്കളെ പറ്റിയില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മേൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചില ആളുകൾ മാനസികമായ പോരാട്ടത്തിലാണ്, മാനസികമായ പോരാട്ടം അനുഭവിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞു 1,00,000 രൂപ നൽകാം, ഞായറാഴ്ചയും ശനിയാഴ്ചയും അവധി നൽകുകയില്ല എന്ന്. വേറൊരിടത്ത് പറഞ്ഞു 50,000 രൂപയെ തരികയുള്ളൂ, എന്നാൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവധി നൽകാമെന്ന്. നീ നല്ലൊരു വിശ്വാസിയാണ്. ഇപ്പോൾ നിന്റെ മനസ്സിൽ നീ എന്താണ് ചിന്തിക്കുന്നത്? 1,00,000 രൂപയുടെ ജോലി ചെയ്യാം, നിനക്ക് എന്തെങ്കിലും ശാപമുണ്ടാകുമോ? ഞായറാഴ്ച ചർച്ചിൽ പോയില്ലെങ്കിൽ ദൈവം കോപിക്കുമോ? എങ്കിൽ പിന്നെ 50,000-ൻ്റെ ജോലിക്ക് പോകും. അപ്പോഴത് പണം ശരിയാകുമോ, തികയുമോ? അതുകൊണ്ടാണ് ഈ പോരാട്ടം ഉണ്ടാകുന്നത്. നിങ്ങൾ വിവാഹത്തിൻ്റെ കാര്യത്തിലും അതുകൊണ്ടാണ് 2 ഫോട്ടോകൾ ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് കാണരുത് എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് 2 ഫോട്ടോകൾ വെച്ച് നോക്കുമ്പോൾ പോരാട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. എൻ്റെ അപ്പൻ എനിക്ക് 1 ബന്ധം നോക്കി, 2 ബന്ധം നോക്കി, അങ്ങനെയല്ല. നിങ്ങൾ 1 ബന്ധം നോക്കിയിട്ട് അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. വേണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം 2ാമത്തേത് ആലോചിക്കുക. അല്ലാതെ ഇത് പെൻഡിങ് വെച്ചിട്ട് വേറൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ പ്രായം കൂടുകയല്ലാതെ നിനക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുകയില്ല. മനുഷ്യർക്ക് അങ്ങനെയുള്ള പോരാട്ടമാണ്. ഈ ജോലി വേണോ, ആ ജോലി വേണോ? ഈ വിവാഹം വേണമോ, ആ വിവാഹം വേണമോ? ഈ വ്യാപാരം ചെയ്യണമോ, ആ വ്യാപാരം ചെയ്യണമോ? കൈക്കൂലി വാങ്ങി പണം സമ്പാദിക്കണമോ, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കണമോ? സത്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ശിക്ഷ അനുഭവിക്കണമോ, അതോ സത്യം മറച്ചു വെച്ചുകൊണ്ട് കഷ്ടത ഹൃദയത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കണമോ? ഇങ്ങനെയുള്ളതായ പോരാട്ടങ്ങളിൽ മനുഷ്യൻ ഞെരുങ്ങുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരേയൊരു മാർഗമേ ഉള്ളൂ. നമുക്ക് ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളപ്പോൾ മാത്രമേ പോരാട്ടത്തെ ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എല്ലാ വ്യക്തികളും പോരാട്ടത്തെ ജയിക്കുന്നതിന് വേണ്ടി സർവായുധവർഗം ധരിക്കണം. സർവായുധവർഗത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുകയാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. എന്തൊക്കെയാണത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും കൊണ്ട്. സാധാരണ അരയ്ക്ക് ബെൽറ്റ് കെട്ടാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പണ്ടൊക്കെ വലിയ ടവലായിരിക്കും കെട്ടുന്നത്. അരയ്ക്ക് ആ തുവാലെടുത്ത് കെട്ടിയാൽ പിന്നെ ജോലി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. സൗകര്യമാരെ, നിങ്ങൾ പണ്ടൊക്കെ അരിഞ്ഞാണം കെട്ടുമായിരുന്നല്ലോ, സ്വർണം കൊണ്ടുള്ള. അരിഞ്ഞാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗോൾഡ് ബെൽറ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർക്ക് അറിയുകയില്ല. അതാണ്.
അരക്കെട്ട് ശക്തമായിട്ടിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ നേരെ നിലനിൽക്കും, നേരെ നിൽക്കാനിടയാകും, അല്ലെങ്കിൽ വീണുപോകും. നേരെ നിൽക്കുവാൻ കഴിയാത്തവന് ഒരു ഊത്തുമതി എവിടെയെങ്കിലും വീണു പോകുന്നതിന് വേണ്ടി. നാം നേരെ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ അരയ്ക്ക് സത്യത്തിൻ്റെ കെട്ടുണ്ടായിരിക്കണം. പലപ്പോഴും പാപം ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന വ്യക്തി വലിയ ഭീരുവായിരിക്കും കാണാം. കള്ളത്തരം കാണിക്കുന്ന വ്യക്തിക്ക് നേരെ നിൽക്കുവാനായിട്ട് കഴിയില്ല. അവർക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ഭീരുത്വത്തോടെ ആയിരിക്കും. കപടതയുടെ മധ്യത്തിൽ നിന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ നീ ഏതു സമയം വീണു പോകാനിടയാകും, പരാജയപ്പെട്ടു പോകും. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും കള്ളത്തിന് സ്ഥാനം കൊടുക്കരുത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കള്ളത്തരം കാണിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചാൽ, കള്ളത്തരം കാണിച്ച് ജോലി വാങ്ങാനായിട്ട് പരിശ്രമിച്ചാൽ, കള്ളത്തരം കാണിച്ചുകൊണ്ട് വസ്തു തട്ടിയെടുക്കാനോ, അങ്ങനെ കള്ളത്തരം കാണിച്ച് എന്തു ചെയ്താലും ഏതെങ്കിലും ഒരു ദിവസം എല്ലാം നശിച്ചു പോകാനിടയാകും. നീ പിശാചിന് കീഴ്പ്പെടാനിടയാകും. കാരണം പിശാചിന് കള്ളം പറയുന്നത് വലിയ ഇഷ്ടമാണ്. എത്ര ഇഷ്ടമെന്ന് ചോദിച്ചാൽ, മധുരമുള്ളിടത്ത് ഈച്ച വരുന്നത് പോലെ നിന്റെ അടുക്കിലേക്ക് അവൻ ചിറകുകൾ വിരിച്ച് ഓടി പറന്നു വരും. എൻ്റെ മകനെ, എൻ്റെ മകനേ എന്ന് പറഞ്ഞു വരും. എൻ്റെ പൊന്നുമകനെ, നീ എനിക്ക് വേണ്ടി കള്ളത്തരം പറഞ്ഞല്ലോ, നീ എൻ്റെ മകനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിശാച് കളവിൻ്റെ അപ്പനാണ്. കള്ളം പറയുന്നവൻ പിശാചിൻ്റെ സന്തതിയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരിക്കലും കള്ളം പറയില്ല. കള്ളം പറയുകയാണെങ്കിൽ പേടിച്ച് ഭയപ്പെട്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ കള്ളം പറയുന്നത്? 99% ആളുകൾ കള്ളം പറയുന്നതിന് കാരണം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് ഭയപ്പെട്ടിട്ടാണ്. മനുഷ്യരെ ഭയപ്പെട്ടിട്ട്, സാഹചര്യത്തെ ഭയപ്പെട്ടിട്ടാണ്. അങ്ങനെ ഭയപ്പെട്ട് കള്ളം പറയുന്ന ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ആണെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടി, ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി കള്ളം പറയുന്നവർ. ഒരാൾ പറഞ്ഞു, ഞാൻ നല്ല കള്ളമാണ് പറഞ്ഞതെന്ന്. നല്ല കള്ളമോ? അതെന്തൊരു കള്ളമാണ്? വൈറ്റ് കള്ളം എങ്ങനെ, ബ്ലാക്ക് കള്ളം എങ്ങനെ? അങ്ങനെയുള്ള കള്ളങ്ങൾ ഉണ്ടോ? അതിൻ്റെ വ്യത്യാസം എന്താണ്? പകുതി സത്യം പറഞ്ഞാൽ അത് സത്യമാവുകയില്ല. കള്ളം കള്ളം തന്നെയാണ്, അതെങ്ങനെ പറഞ്ഞാലും ശരി. കള്ളം പറയുന്നവൻ പിശാചിൻ്റെ സന്തതിയാണ്. അവൻ നരകത്തിലേക്ക് പോകാനിടയാകും, അഗ്നി നരകത്തിൽ പോകും. പിശാചിന് നിന്റെ മേൽ ആധിപത്യമില്ലാതിരിക്കണമെങ്കിൽ നീ കള്ളം പറയുവാനായിട്ട് പാടില്ല, ചതിവുണ്ടാകാൻ പാടില്ല. അവനെ എതിർക്കണമെങ്കിൽ നിന്റെ അരയ്ക്ക് സത്യത്തിൻ്റെ അരപ്പട്ട ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ഭൂതം ബാധിച്ചപ്പോൾ ദേവദാസം വന്ന് പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ കടന്നു പോകാം. ഞാൻ പോയിക്കൊള്ളാം, പോയിട്ട് നിന്റെ മേൽ വരാം, നിന്റെ കാര്യം എനിക്കറിയാമല്ലോ. ശരി ശരി ശരി, വേഗം ഇയാളെ കൊണ്ടുപോയിക്കാട്ടെ, കൊണ്ടുപോ. എൻ്റെ കാര്യം നിനക്ക് എന്തറിയാമെന്നാണ്? ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്, നിനക്കെന്നെ തൊടുവാൻ കഴിയില്ല എന്ന് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ പറഞ്ഞില്ല. പിശാചിനറിയാം നിന്റെ കാര്യങ്ങൾ, നിന്റെ സാഹചര്യങ്ങളെല്ലാം തന്നെ പിശാചിനറിയാം. എന്നാൽ ദേവദാസന് അറിയില്ലായിരിക്കും, ദേവദാസന്റെ ഭാര്യയ്ക്ക് അറിയില്ലായിരിക്കും, അതുപോലെ തന്നെ സഭയിലെ ആളുകൾക്ക് മറ്റാർക്കും അറിയില്ലായിരിക്കാം. നിന്നെ സ്കാൻ ചെയ്ത ഡോക്ടറിന് പോലും അറിയാൻ കഴിയില്ല. സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർക്ക് എങ്ങനെ നിന്റെ കള്ളം അറിയാൻ കഴിയും? എന്നാൽ പിശാചിന് നന്നായിട്ട് അറിയാം നിന്റെ കള്ളത്തരമെല്ലാം, അവന് അറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. കള്ളം പറയാതെ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് ഒരാൾ ചോദിച്ചത്. ഒരു ദേവദാസൻ പ്രസംഗിച്ച പ്രകാരം പറയുന്നു, കള്ളം പറയുവാൻ പാടില്ല, കൈക്കൂലി വാങ്ങുവാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഈ പ്രസംഗം കേൾക്കുവാനിടയായി. കേട്ടിട്ട് ഇയാൾ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അവസാനം ഞാൻ ചട്ടിയെടുക്കേണ്ടതായി വരുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്താൽ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടതായി വരുമെന്ന് പറഞ്ഞു. എന്തിനാണ്? എന്നാൽ പിന്നീട് അവസാനം അദ്ദേഹം ശിക്ഷിക്കപ്പെടുവാനിടയായി. എന്തുകൊണ്ടാണ്? പോലീസ് സ്റ്റേഷനിലും കുറ്റം ചെയ്താൽ അതിനിവർക്ക് ശിക്ഷ കൊടുക്കുമല്ലോ, അവരെയും ശിക്ഷിക്കുമല്ലോ. അങ്ങനെ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെട്ട് അവനെ ശിക്ഷിക്കുവാൻ ഇടയായി. അപ്പോൾ ഇവൻ ദൈവദാസൻ പറഞ്ഞതായ കാര്യം ഓർത്തു. കൈക്കൂലി വാങ്ങിയില്ലെങ്കിൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കൈക്കൂലി വാങ്ങിയിട്ട് എൻ്റെ അവസ്ഥ അതേപോലെ ആയിരിക്കുന്നു. അസത്യത്തിൻ്റെ മേൽ പണിതതായ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. അരയ്ക്ക് സത്യമെന്ന അരപ്പട്ട കിട്ടുക. അടുത്തതെന്താണ്? നീതി എന്ന കവചം ധരിച്ചു കൊള്ളുക. നിങ്ങളുടെ നെഞ്ചിന് കവചമായി ധരിക്കേണ്ടത് എന്താണ്? നീതിയായിരിക്കണം. നീതിയുള്ളതായ വ്യക്തി ജീവിതത്തിൽ നേരെ നിൽക്കുവാനിടയാകും.
നീതി ഇല്ലാത്തതായ വ്യക്തി അഭിമാനമില്ലാതെ ലജ്ജിച്ചു നിൽക്കാനിടയാകും. നീതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നീതിയല്ല. നാം തന്നെത്താനെ പറയാറുണ്ട്, നാം വലിയ നീതിമാനാണ്, നമ്മെപ്പോലെ നീതിമാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ലെന്നൊക്കെ നാം പറയാറുണ്ട്. നിന്റെ നീതിയെക്കുറിച്ച് നീയും മറ്റുള്ള ആളുകളും പറഞ്ഞു പെരുപ്പിക്കുന്നതല്ല. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ്? മുഷിഞ്ഞ തുണി പോലെയാണ്. അടുക്കളയിൽ കരിപുരണ്ട തുണികളില്ലേ? അടുക്കളയിൽ കരിക്കല തുണി ഇല്ലേ? പണ്ടൊക്കെ കാലത്ത് അരി വാർക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള തുണികൾ ഉപയോഗിക്കുമായിരുന്നു. ആ തുണിയുടെ ദുർഗന്ധം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം മുഷിഞ്ഞതായിരിക്കുന്നു അത്. എന്താണ്? അതുപോലെ കറപുരണ്ടതായ തുണിയാണ്. അതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയുകയില്ല. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ്? വെളുത്തതായിട്ടല്ല. എങ്ങനെയിരിക്കുന്നു? കറപുരണ്ട തുണി പോലെയാണ്. നാം എത്രമാത്രം നീതി ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കില്ല. നമ്മുടെ സ്വനീതിയാണത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായി, അവൻ നമുക്ക് വേണ്ടി നീതിയായി തീർന്നിരിക്കുന്നു. നമ്മെ നീതിമാന്മാരാക്കുന്നതിന് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി നീതി പ്രവർത്തികൾ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഇപ്പോൾ വസിക്കേണ്ടത്? ക്രിസ്തു ഉണ്ടായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിന് നിന്നെ തൊടുവാനായിട്ട് കഴിയുകയില്ല. പിശാചിന് നിന്റെ അടുത്ത് വരുവാൻ, നിന്നെ ലക്ഷ്യം ചെയ്യാൻ കഴിയില്ല. അവന് നിന്നോട് അടുക്കാൻ കഴിയില്ല. നിന്റെ ഹൃദയത്തെ കവരുവാനായിട്ട് കഴിയില്ല. സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അതിനുശേഷം എന്താണ് വായിക്കുന്നത്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. എത്ര പേർക്ക് കാലുകളുണ്ട്? ഹല്ലേലൂയ എന്ന് പറയാമോ? എത്ര തവണ നിങ്ങളുടെ കാലുകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചിട്ടുണ്ട്? നിങ്ങൾ എപ്പോഴും മുഖം നോക്കും, എന്നാൽ എപ്പോഴെങ്കിലും കുനിഞ്ഞ നിങ്ങളുടെ പാദങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ കാൽ കഴുകില്ല, കാൽ വൃത്തിയായി സൂക്ഷിക്കില്ല. കാല് ഒരുപാട് മുഷിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ശരീരമെല്ലാം ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും, മുഖം വൃത്തിയായിട്ട് സൂക്ഷിക്കും, കൈകൾ സൂക്ഷിക്കും. എന്നാൽ ചിലർക്ക് കുനിഞ്ഞ കാല് കഴുകാൻ പോലും കഴിയില്ല. നിന്റെ കാല് നിനക്ക് തന്നെ തൊടാൻ കഴിയില്ല. എന്താണ്? കാലിനെക്കുറിച്ച് അങ്ങനെ തന്നെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചിട്ട് ഒരു സ്തംഭങ്ങളെപ്പോലെ ആയി മാറുകയാണ്. എവിടേക്കെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ക്ഷീണമാണ്. എന്തെങ്കിലും ഒരു സാധനം എടുത്തു തരാൻ പറഞ്ഞാൽ, മോനെ ഇങ്ങോട്ട് വരിക, അതൊന്നും എടുത്തു തന്നേ. എഴുന്നേൽക്കാൻ കഴിയില്ല, കാലുകൾ അനങ്ങുന്നില്ല. യേശുക്രിസ്തു വരുന്നുണ്ട്, കടന്നു വരുന്നുണ്ടോ? എങ്ങനെയാ? വരുവാണ് കർത്താവേ, അമ്മേ യേശു വരുന്നുണ്ട്, എന്നെ ഒന്ന് എടുക്കാമോ? അപ്പോഴേക്കും കർത്താവ് അവിടെ നിൽക്കുമോ? കാലിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. ചർച്ചിലേക്ക് പോകാൻ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാൽ അവിടെ നിന്ന് അനങ്ങുമോ? അനങ്ങില്ല. പോകാം. വരുവാണ്, ഞാൻ ഇപ്പോൾ വരുവാണ്. ശരി, വരികയാണ്. നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നേക്കാം. എന്താണ്? ഒരുക്കമുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. നിനക്ക് ഉപേക്ഷ വന്നാൽ, നിരാശ വന്നാൽ നിനക്ക് അനുഗ്രഹം നഷ്ടപ്പെടും. അലസതയും ഉപേക്ഷയും നിനക്ക് അനുഗ്രഹം ഉണ്ടാക്കിത്തരില്ല. ഉപേക്ഷയുള്ള, അലസതയുള്ള എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? ദൈവത്തിന്റെ മക്കൾ എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം. സുവിശേഷത്തിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എവിടേക്ക് പോകുവാനും എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് ഇന്ന് നീ പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ എത്രയോ ആളുകൾ ഇന്ന് അലസന്മാരായി, മടിയന്മാരായി തീർന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നതിനായിട്ട് ഈ പട്ടണത്തെ വിട്ട് ഓടിപ്പോവുക എന്ന് ദൈവദൂതന്മാർ വന്നിട്ട് ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? അവർ അത് തള്ളിക്കളഞ്ഞു. അവസാനം അവരുടെ കരം പിടിച്ചുകൊണ്ട് പട്ടണം നശിച്ചു പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഓടിച്ചു. ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു, ഓടുക എന്ന് പറയുമ്പോൾ ഓടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പുതുതായിട്ട് പണിത വീട് എങ്ങനെയുണ്ട് നോക്കട്ടെ. പട്ടുസാരികളൊക്കെ ഇന്നലെ മേടിച്ചതേ ഉള്ളൂ, അതെങ്ങനെ എടുത്തുകൊണ്ട് പോകണ്ടേ? പുതിയ വസ്തു വാങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയില്ല, എങ്ങനെയാണത്?
ലോത്തിന്റെ ഭാര്യ അതാണ് ആലോചിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് പോകുവാൻ കഴിയാതിരുന്നത്. അവളുടെ മനസ്സ് ക്രിസ്തുവിലല്ലായിരുന്നു. അവൾക്ക് ജീവിതത്തിൽ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ സാറ വിശ്വാസിയായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായിരുന്നു. ആ സാറായുടെ ജീവിതത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതായ പട്ടണത്തിനു വേണ്ടി അബ്രഹാം കർത്താവിനെ പിന്തുടർന്നു പോയതായ സമയത്ത് സാറ അനുസരിച്ച് പിന്നാലെ പോയി. അവർ അനുഗ്രഹിക്കപ്പെട്ടു, ഇസ്രായേൽ ജനത്തിന്റെ മാതാവായിട്ട് മാറി. എന്നാൽ ലോത്തിന്റെ ഭാര്യ അങ്ങനെ പോകുവാൻ ഇഷ്ടപ്പെട്ടില്ല. അവൾ നശിച്ചു പോകാനിടയായി. അവരുടെ ആഗ്രഹമെല്ലാം സമ്പാദിക്കണം, വസ്തുക്കൾ സമ്പാദിക്കണം, ആഡംബരമായിട്ട് ജീവിക്കണം. അവരുടെ 2 മക്കളും അവിടെ തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ട് സൊദോമിന്റെ ആ അന്തരീക്ഷത്തിലാണ് അവരും ജനിച്ചത്. ആ ഒരു സംസ്കാരത്തിലാണ് വളർന്നത്. അവിടെയുള്ള ആളുകളെ പോലെ തന്നെ ആയിരിക്കുന്നു. അമേരിക്കയിൽ ജനിച്ചതായ ഇന്ത്യയിലെ ആളുകൾ അവരുടെ സംസ്കാരം എങ്ങനെയായിരിക്കും? കൈകൊണ്ട് വാരി കഴിക്കുമോ ആഹാരം, അതോ സ്പൂൺ വെച്ച് കഴിക്കുമോ? എന്താണ്? ഹായ് എന്നും ഹുയ് എന്നുമൊക്കെ പറയുമോ, അതോ സുഖമായിരിക്കുന്നോ, ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമോ? എന്താണ് അവർ ചോദിക്കുന്നത്? ആ കൾച്ചർ അവർക്കുണ്ടാകാനിടയാകും. സൊദോം ഗൊമോറയിലെ കൾച്ചർ നശിച്ച കൾച്ചറായിരുന്നു. അതുകൊണ്ടാണ് അവർക്കത് വിട്ടുമാറാൻ കഴിയാതിരുന്നത്. ലോത്ത് കഷ്ടപ്പെടുകയാണ്. വരിക, പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. എങ്ങനെ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ കഴിയും? താൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകുവാനായിട്ട് കഴിയും? അതുകൊണ്ട് കൈ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതാ അവരുടെ കാലുകൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല, വരുന്നില്ല. അവസാനം ആ കുടുംബം നശിക്കുവാൻ, നാശം സംഭവിക്കുവാൻ ഇടയായി. എത്ര ദുഃഖകരമായ വിഷയമാണിത്. ദൈവകാര്യത്തിൽ എപ്പോഴും നാം ഉണർവോടെ ആയിരിക്കേണ്ടതാണ്. ആലയത്തിൽ വരുന്നതായ വിഷയങ്ങളിൽ നാം ഉണർന്നിരിക്കേണ്ടതാണ്. ആരാധനയ്ക്ക് പോകുന്നതായ വിഷയത്തിൽ കുറച്ച് ജാഗ്രതയുള്ളതായിരിക്കുക. എപ്പോഴും ഉപവാസ പ്രാർത്ഥന വരുന്ന സമയത്ത് പിശാച് അപ്പോഴാണ് ഇല്ലാത്ത തലവേദന കൊണ്ടുവരും, ഇല്ലാത്തതായ കാലുവേദന കൊണ്ടുവരാനിടയാകും. എന്താണ്? ഓഫീസിൽ ലീവ് നൽകില്ല എന്ന് പറയും. വീണ്ടും പ്രാർത്ഥിച്ചിട്ട് 2ാം തവണയൊന്ന് പോയി ചോദിച്ചു നോക്കുക, അപ്പോൾ ലഭിക്കും. എന്നാൽ ചോദിക്കില്ല, പ്രാർത്ഥിക്കില്ല. സത്യമെന്നറിയപ്പെട്ട നീതി എന്ന കവചം, സുവിശേഷനുള്ള ഒരുക്കം എന്നുള്ള പാദരക്ഷ, ഇനിയും എന്താണ്? വിശ്വാസം എന്ന പരിച. അതുകൊണ്ട് നിങ്ങൾക്ക് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാനായിട്ട് കഴിയും. വിശ്വാസമില്ലാതെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നത് അസാധ്യമാണ്. വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇത് നടക്കുമോ, ഇത് ശരിയാകുമോ, ഇവിടെ ജയിക്കാൻ ഇടയാകുമോ എന്നുള്ള നിരാശയുടെ വാക്കുകൾ എത്ര തവണ നിങ്ങളുടെ വായിൽ നിന്ന് വരിക എന്ന് നോക്കുക. ഇത് ശരിയാവില്ല, ഇത് നടക്കില്ല, ഇത് അസാധ്യമാകുന്നു എന്നുള്ള പരാജയത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയുന്നതായ സമയത്തൊക്കെയും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന്. മനുഷ്യന് അസാധ്യമാണെങ്കിലും ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. അതാണ് വിശ്വാസം. ക്രിസ്തുവിനു വേണ്ടി വിശ്വാസമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. നാം ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല, മറിച്ച് വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ പിശാചിന്റെ തീയമ്പുകളെ നമുക്ക് കെടുക്കുവാനായിട്ട് കഴിയുമെന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ പാദപിടുത്തങ്ങളിലേക്ക് വരുന്ന നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. എതിർപ്പുകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ, പോരാട്ടത്താൽ നിറയപ്പെട്ടതായി ലോകത്തിൽ കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കണമെങ്കിൽ സർവായുധവർഗം ധരിക്കേണ്ടിയിരിക്കുന്നുവെന്നും, പ്രാർത്ഥന എന്ന വ്യായാമമുള്ളവരായിട്ട് അനുദിനവും ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് ജീവിക്കേണ്ടതും അത്യാവശ്യമാകുന്നുവെന്ന് എല്ലാവരെയും നീ ഓർമ്മിപ്പിക്കുമാറാകണമേ. നിന്നുപോയ ആളുകൾ മുൻപോട്ട് പോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊടുക്കണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് അനുദിനവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുവാൻ, വിശ്വാസത്തിൽ മുൻപോട്ട് ഓടുന്നതിന് വേണ്ടി നിന്റെ രാജ്യത്തിൽ ചേരുന്നതുവരെയും നല്ല പോരാട്ടം പോരാടേണ്ടതിനു വേണ്ടി ഞങ്ങളുടെ വിശ്വാസം പൂർത്തീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നീ നൽകുന്ന ജീവകിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.
ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ